അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ഗാനത്തിന്റെ സോങ് അനാലിസിസ് ആണ് നടത്തുന്നത്. ആദ്യമായി ഈ ഗാനത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. പ്രസിദ്ധനായ ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ഫിൽ കോളിൻസ് 1989 പുറത്തിറക്കിയ ഒരു ഗാനമാണിത്. ഇതിന്റെ സന്ദേശം എന്തെന്നാൽ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് അവബോധം നൽകുക. വീടില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ കൂടി ചേർത്ത് നിർത്തണം, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകണം എന്നുള്ളൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു സന്ദേശത്തോടു കൂടിയാണ്, ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഗാനം പുറത്തിറക്കിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഡു യു തിങ്ക് ദ വുമൺ ഇൻ ദ സ്ട്രീറ്റ് റിയലി നീഡ്സ്? വഴിയിലെ സ്ത്രീക്ക് എന്താണ് അത്യാവശ്യം? ഷെൽട്ടർ ആൻഡ് വാംത്ത്, കമ്പാഷൻ ആൻഡ് ഹെൽപ്പ്, ബേസിക് ഹ്യൂമൻ നെസസിറ്റീസ്. അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് കിടന്നുറങ്ങാൻ ഒരു വീടും തണുപ്പിൽ നിന്നുള്ള സംരക്ഷണവും മറ്റുള്ളവരുടെ കരുണയും സഹായവുമാണ്. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ മാൻ റെസ്പോണ്ട് ടു ദ വുമൺസ് കോൾ? എങ്ങനെയാണ് ആ മനുഷ്യൻ ആ സ്ത്രീയുടെ അഭ്യർത്ഥനയോട് പ്രതികരിക്കുന്നത്? ഇഗ്നോർസ് ഹെർ കോൾ, വാക്സ് ഓൺ, വിസിൽസ് ടു അവോയ്ഡ് ഹെർ, ഷോസ് സോഷ്യൽ ഇൻഡിഫറൻസ്. ആ മനുഷ്യൻ അവളുടെ അഭ്യർത്ഥനയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്, പൂർണ്ണമായും അവഗണിക്കുന്നു, തിരിഞ്ഞു പോലും നോക്കാതെ വിസിൽ അടിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ റൈറ്റർ ആസ്ക് us to think twice? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ 2 തവണ ചിന്തിക്കാൻ നമ്മോട് പറയുന്നത്, വായനക്കാരോട് പറയുന്നത്? It urges us to reflect on our own actions and attitudes, understand others' suffering and be motivated to help. സ്വന്തം പ്രവൃത്തികളെയും സമീപനങ്ങളെയും കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ, 2 തവണ ചിന്തിക്കാനും മറ്റുള്ളവരുടെ ദുഃഖത്തെ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുമാണ് 2 തവണ ചിന്തിക്കാൻ എഴുത്തുകാരൻ പറയുന്നത്. അവരും സഹജീവികളാണ്, മനുഷ്യരാണ്. അവർക്ക് സഹായം ആവശ്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 2 തവണ ചിന്തിക്കുക. നമുക്കുള്ള സൗഭാഗ്യങ്ങളൊക്കെയും നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് കൂടി പങ്കുവെക്കാം. അങ്ങനെ ഒരു ചിന്ത, ഒരു ബോധം മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് 2 തവണ ചിന്തിക്കാൻ എഴുത്തുകാരൻ. അടുത്ത ചോദ്യം, വൈ കാൺട്ട് ദ വുമൺ വാക്ക്? എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് നടക്കാൻ കഴിയാത്തത്? She cannot walk because blisters on feet prevent walking, exhausted but persevering, shows resilience and determination. അവർക്ക് അവരുടെ കാൽപാദത്തിൽ മുറിവുകളുണ്ട്, അവർക്ക് ക്ഷീണം കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല. എന്നാലും എനിക്കാൽ കഴിയുന്ന വിധം പരിശ്രമിക്കും എന്നൊരു ഉറച്ച തീരുമാനം അവരുടെ ഉള്ളിലുണ്ട്. അവർ നടക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അഞ്ചാമത്തെ ചോദ്യം, കമന്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലൈൻ ഈസ് ദെയർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു? ഗാനത്തിൽ നിന്നുള്ളൊരു വരിയാണിത്. ഈസ് ദെയർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു എന്ന വരിയുടെ പ്രാധാന്യം വിശദീകരിക്കുക. അതായത് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാനില്ലേ, ഒരു കാര്യം കൂടി ചെയ്തു കൊടുക്കാനില്ലേ എന്നർത്ഥത്തിലാണ് ഈ വരി വരുന്നത്. ഈ വരി സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ബോധം സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ഈ കാര്യത്തിൽ അത്യാവശ്യമായി കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വരി കൊണ്ട് അർത്ഥമാക്കുന്നത്. ആറാമത്തെ ചോദ്യം, വൈ ഈസ് ദ വുമൺ ഓൾവേസ് ബീയിങ് ആസ്ക്ഡ് ടു മൂവ് ഓൺ? സ്ത്രീ എല്ലായ്പ്പോഴും അവിടെ നിന്ന് മാറി നിൽക്കാൻ സമൂഹം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഷീ ഈസ് സോഷ്യലി എക്സ്ക്ലൂഡഡ് ആൻഡ് ഡസ് നോട്ട് ഫിറ്റ് ഇൻ, സോ ഷീ ഈസ് ഓൾവേസ് ആസ്ക്ഡ് ടു മൂവ് ഓൺ. അവൾ എന്താണ്? സാമൂഹികമായി എല്ലാവരാലും ഒറ്റപ്പെടുത്തിയവളാണ്, ഒഴിവാക്കപ്പെട്ടവളാണ്. സമൂഹത്തിന്റെ സ്റ്റാൻഡേർഡുകൾക്ക്, നിലപാടുകൾക്ക് അനുസരിച്ച് നിലകൊള്ളാൻ ഒരു സ്റ്റാറ്റസും അവൾക്കില്ല. അതുകൊണ്ടാണ് അവളെ എല്ലായിടത്തു നിന്നും അവർ ഒഴിവാക്കുന്നത്. അവൾക്ക് വീടില്ല, അവൾക്ക് കയറി നിൽക്കാൻ, തണുപ്പകറ്റാൻ ഒരു ഷെൽട്ടർ, ഒരു വീടില്ല, അവൾക്ക് സഹായം ചെയ്യാൻ മറ്റാരുമില്ല, അവൾക്ക് പണമില്ല, അവൾ ദരിദ്രയാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് സമൂഹം അവളെ മാറ്റി നിർത്തുന്നത്. സമൂഹത്തില് പണമുള്ളവർക്കും വീടും നിലപാടുകളും ഉള്ളവർക്കും ഒക്കെയാണ് നിലനിൽപ്പ്. ആ ഒരു അവസ്ഥയിലല്ല അവൾ ഉള്ളത്. അതുകൊണ്ടാണ് സമൂഹം അവളെ മാറ്റി നിർത്തുന്നത്. ഏഴാമത്തെ ചോദ്യം, ഡു യു തിങ്ക് ദ വുമൺ ഷോസ് പെർസിവറൻസ്? ഗീവ് റീസൺ. സ്ത്രീക്ക് സഹനശക്തി ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണങ്ങൾ വ്യക്തമാക്കുക. Yes, she continues despite pain and injuries, seeks help and maintains hope.
അതെ, ഇത്രയധികം വേദനകൾ ഉണ്ടായാലും കാലിൽ മുറിവ് പറ്റിയിട്ടും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും സമൂഹം അകറ്റി നിർത്തിയിട്ടും എല്ലാവരാലും അവഗണിക്കപ്പെട്ടിട്ടും അവൾ എന്ത് ചെയ്യുകയാണ്? മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാലം വരും, ആരെങ്കിലും തന്നെ സഹായിക്കും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അവൾക്ക് എന്തുണ്ട്? അവൾക്ക് സഹനശക്തിയുണ്ട്, അവൾക്ക് ആ പെർസിവറൻസ് ഉണ്ട്. What in your opinion is the message of the song? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ ഗാനത്തിന്റെ സന്ദേശം? The song encourages social awareness and compassion, motivating us to help the homeless and the poor. ഈ ഗാനം സാമൂഹികമായ ഒരു ബോധം ഉണർത്തുന്നതിനു വേണ്ടിയിട്ടും അതുപോലെ സമൂഹത്തിലുള്ള ആൾക്കാരുടെ മനസ്സിൽ കരുണ ഉണ്ടാകുന്നതിനു വേണ്ടിയും ദരിദ്രരായ വീടില്ലാത്ത ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതുമാണ്. സോങ് അപ്രിസിയേഷൻ നോക്കാം, ഒരു നിരൂപണം, ഒരു ചെറിയ ഒരു വിലയിരുത്തൽ നോക്കാം. എന്തൊക്കെയാണ് ഇതിനുള്ളിൽ വന്നിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. തീം, പ്രമേയം. ഈ പാട്ടിന്റെ പ്രധാന സന്ദേശം സാമൂഹിക ബോധവും കരുണയുമാണ്. വഴിയിൽ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ പാവപ്പെട്ട വീടില്ലാത്ത ആൾക്കാരുടെ കുറിച്ചും അവരുടെ ദുഃഖങ്ങളെ കുറിച്ചും അതിനെ അവഗണിക്കുന്ന ഒരു സമൂഹം നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും ബോധം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. ഇനി ഇതില് ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. ഇമേജസ്, ചിത്രാവിഷ്കാരം. ഒരു വരി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം, ഒരു ഇമേജ് ഓടി വരികയാണെങ്കിൽ അതിനെയാണ് ഇമേജറി എന്ന് പറയുന്നത്. evokes compassion and visualization of struggle. ആ സ്ത്രീയുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും അവരുടെ പ്രയാസങ്ങളെ കുറിച്ചും ഉള്ള വരികളിലൊക്കെ അത് നമുക്ക് മനസ്സിലേക്ക് കാണാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഇമേജറിയിലൂടെ ഈ ഗാനത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി പോയറ്റിക് ഡിവൈസസ് അഥവാ കാവ്യോപാധികൾ. എന്തൊക്കെയാണ് കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ? റീഇൻഫോഴ്സ് മെസ്സേജ് ആൻഡ് ഇമോഷണൽ ഇമ്പാക്ട്. പലതരത്തിലുള്ള പോയറ്റിക് ഡിവൈസസിലൂടെ ആ സന്ദേശത്തെ ശക്തമായി വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് രചയിതാവ് ചെയ്തിരിക്കുന്നത്. ആവർത്തന വരികളുണ്ട്, ആവർത്തിച്ച് വരുന്ന വരികളുണ്ട്. വരികളുടെ തുടക്കത്തിൽ ഒരേ വാക്ക് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന അനഫോറ എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. പാരഡൈസും സ്ട്രീറ്റും രണ്ട് എക്സ്ട്രീമെന്റിൽ, രണ്ടും ഡിഫറെന്റ് മീനിങ് വരുന്ന അല്ലെങ്കിൽ തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത വൈരുദ്ധ്യം ഉള്ള രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ആശയത്തെയും രചയിതാവ് ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. Phil Collins emphasizes empathy and responsibility, encourages reflection on our actions, inspires social awareness and kindness.